നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ എക്സാമ്പിൾ 2 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അത് എനിക്കൊരു സന്തോഷമാണ്. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനുമാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ട്രിഗണോമെട്രിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. എക്സാമ്പിൾ 2, കൺവേർട്ട് 6 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ. നമുക്ക് 6 റേഡിയൻസിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. നമുക്കറിയാം പൈ റേഡിയൻസ് ഈക്വൽ ടു 180 ഡിഗ്രി. Then what is 1 radian? 1 radian equal to 180 by pi degrees. Okay. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 6 radians ആണ്. 1 radian എന്ന് പറഞ്ഞാൽ 180 by pi ആണ്. Then what is 6 radians? 6 radians equal to 6 into 180 by pi എന്ന് എടുക്കാമല്ലോ. Okay. What is this pi? Pi എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് എടുക്കാം? 22 by 7. നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. Pi equal to 22 by 7 അല്ലേ? So what is this 6 radians? 6 radians equal to 6 into 180 the whole divided by 22 by 7. Piക്ക് പകരം ഞാൻ 22 by 7 എഴുതി കൊടുത്തു. ഇനി നോക്കിക്കേ, ഈ 7നെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എന്ത് വരും? 6 radian equal to 6 into 180 into 7 the whole divided by 22 എന്ന് എഴുതാം അല്ലേ? That is equal to 180 into 6 into 7 by 22. ഞാൻ നോക്കിക്കേ, ഈ 180നെ 22നെ ഞാൻ 2 വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് കിട്ടും? 180നെ 2 വെച്ച് കട്ട് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? 90 into 6 into 7 എനിക്ക് 42 എന്ന് എഴുതാം. 42 the whole divided by 22നെ 2 വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 11. ഇനി എന്താണ് ഈ 90 into 42 എന്ന് പറയുന്നത്? 90 into 42 എന്ന് ചെയ്ത് നോക്കിക്കേ. ആദ്യം നമുക്ക് 42 into 9 ചെയ്യാം. 42 into 9 equal to what? 8. ഇവിടെ 1 വരും, 37 വരും അല്ലെ? നമുക്കിവിടെ 90 എന്നാണുള്ളത്. അപ്പോൾ 42 into 90 എന്ന് പറയുമ്പോൾ 3780. Okay. So this is equal to 3780 by 11 degrees എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്കിതിനെ മിനിറ്റിലോട്ടും സെക്കൻഡിലോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്ത് എഴുതണം. അതായത് ഈ 3780 by 11 ഡിഗ്രീസിനെ നമ്മൾ ഇനിയും മിനിറ്റ്സിലോട്ടും സെക്കൻഡിലോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് മായ്ക്കാൻ പോവാണ്. ഇത്രയും കാര്യം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3780 by 11 ഡിഗ്രീസിനെ എത്ര മിനിറ്റ് ഉണ്ട് അതിൽ, എത്ര സെക്കൻഡ് ഉണ്ട് അതിലെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കിവിടെ 6 radians equal to 3780 by 11 degrees എന്ന് നമുക്ക് കിട്ടി. നമുക്കിനി ഈ 3780 by 11നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്ത് വരുമെന്ന് നോക്കാം. 3780 the whole divided by 11. 37 എത്ര പ്രാവശ്യം പോകും? 3 times. That is 33 വരും. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 4, 8 താഴേക്ക് കൊണ്ടുവന്നു. Then 48 എത്ര ടൈംസ് വരും? 4 times വരും. That is ഇവിടെ മൈനസ് 44 എഴുതുക. അഗെയിൻ ഇവിടെ 4 വരും. 0 താഴത്തേക്ക് എഴുതുക. 40 എത്ര ടൈംസ് പോകും? 11, 3 times അല്ലേ? Then 33, റിമൈൻഡർ 7. ഓക്കെ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 343 എൻ്റെ കോഷ്യന്റ്, 343 7 by 11 ഡിഗ്രീസ് എന്ന് എഴുതാം. ഓക്കെ, ഈ 7 പറഞ്ഞ റിമൈൻഡർ ആയിരുന്നു, 11 പറഞ്ഞ ഡിവൈസർ ആയിരുന്നു.
ഈ 343 7/11 ഡിഗ്രീസിനെ ഇനി നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്നറിയാമോ? 343 7/11 degrees is equal to 343 plus 7/11 degrees എന്നാണ് ഇത് എഴുതുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2.5 എന്ന് പറഞ്ഞാൽ ശരിക്കും 2 plus 1/2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 എന്ന് നമ്മൾ എഴുതാറില്ലേ? അതേ സംഗതി തന്നെ. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 343 ഡിഗ്രി പ്ലസ് 7/11 ഡിഗ്രി എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 7/11 ഡിഗ്രി ഈക്വൽ ടു വാട്ട്? 60 into 7/11 മിനിറ്റ്സ് എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് ഈ 7/11 ഡിഗ്രീനെ ഞാൻ 60 into 7/11 മിനിറ്റ്സ് എന്ന് മാറ്റി എഴുതുകയാണ്. ഇത്രയും വായിക്കുകയാണ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7/11 ഡിഗ്രീസ് ആണ്. 7/11 ഡിഗ്രീനെ എനിക്ക് എങ്ങനെ മിനിറ്റിലേക്ക് മാറ്റാം? 7/11 into 60 മിനിറ്റ്സ് എന്ന് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 420/11 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇപ്പൊ നമ്മുടെ 6 റേഡിയൻസ് എങ്ങനെയായി മാറിയിട്ടുണ്ട്? 6 റേഡിയൻസ് ഈസ് ഈക്വൽ ടു 343 ഡിഗ്രി പ്ലസ് 7/11 ഡിഗ്രി എന്നുള്ളതിനെ എനിക്ക് എന്താക്കി കിട്ടി? 420/11 മിനിറ്റ്സ് ആക്കി കിട്ടി അല്ലേ? ഇനി നമുക്ക് ഈ 420/11 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി എത്ര മിനിറ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 343 ഡിഗ്രി പ്ലസ് 420/11 മിനിറ്റ്സ് എന്ന് വരെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ 420/11 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താണ് ഈ 420/11 എന്ന് പറഞ്ഞാൽ? 420 the whole divided by 11. ഇവിടെ 3 ടൈംസേ പോവുള്ളൂ. 33 എഴുതുക, 9 എഴുതുക, താഴേക്ക് 0 എടുത്ത് എഴുതുക. 90 എത്ര ടൈംസ് പോകും? 11 8 ടൈംസ് പോകും അല്ലേ? സോ 88. വാട്ട് ഈസ് ദ റിമൈൻഡർ? 2. ഓക്കെ, നമുക്കപ്പം ഈ 420/11 ഞാൻ ഇനി എങ്ങനെ എഴുതാൻ പോവാണെന്ന് നോക്കിക്കോളൂ. 343 ഡിഗ്രി പ്ലസ് എന്താണ് ഇവിടെ കോഷ്യന്റ് വന്നത്? 38. വാട്ട് ഈസ് ദ റിമൈൻഡർ? 2. ആൻഡ് വാട്ട് ഈസ് ദ ഡിവൈസർ? 11. 38 2/11 ആയി കിട്ടി. അത്രയും മിനിറ്റ്സ് എന്നായി കിട്ടി. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാം? 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് 2/11 മിനിറ്റ്സ് എന്ന് മാറ്റി എഴുതി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ 2/11 മിനിറ്റ്സിനെ ഞാൻ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഈ എഴുതിയിരിക്കുന്നത് മായ്ക്കാൻ പോവാണേ. ഇത്രയും വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ചില കുട്ടികൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് കാൽക്കുലേഷൻസ്. ഇനി ഞാൻ 2/11 മിനിറ്റ്സിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിപ്പം 6 റേഡിയൻസിനെ എങ്ങനെ കിട്ടിയിട്ടുണ്ട്? 6 റേഡിയൻസ് ഈക്വൽ ടു 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് 2/11 മിനിറ്റ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ 2/11 മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് മാറ്റാം. നമുക്ക് ഓൾറെഡി അറിയാം 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. ഈ 2 വരെയിട്ട സെക്കൻഡ് എന്ന് വേണം വായിക്കാൻ. സോ 1 മിനിറ്റ് 60 സെക്കൻഡ്സ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് 2/11 മിനിറ്റ്സ്? 2/11 മിനിറ്റ്സ് ഈക്വൽ ടു 2 into 60 the whole divided by 11 seconds. That is equal to 2 into 60 is equal to 120. 120/11 seconds എന്ന് കിട്ടും. നമുക്കിനി ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 120/11 എന്ത് വരുമെന്ന്? 120 the whole divided by
11. 1, 11, 1, 0, 10 ഒന്നുമില്ല, അപ്പോൾ 0. നമ്മളിനിയും ഒരു 0 കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 10.9 വരും. 99, 1. ഇനി നമ്മൾ 0 ഇട്ട് കൊടുത്താൽ എന്താ? 10.90, that is almost 10.9. അത്ര എടുത്താൽ മതി, which is equal to 10.9 seconds എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് 6 radians equal to 343 degree plus 38 minutes plus 10.99 seconds. ഈ 10.99 നമുക്ക് approximately 11 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 6 radians equal to 343 degree plus 38 minutes plus 11 seconds approximately. ഞാനിത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തത് ചില കുട്ടികൾക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള പ്രോബ്ലം ആണ്. അവർക്ക് ഡൗട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ട്രിഗണോമെട്രിയിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോബ്ലംസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇതാ എൻ സ്ക്രീനിൽ ഉണ്ട്. എല്ലാവരും പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.